അഴിമതി തുടച്ചു നീക്കാൻ പുതിയ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ എന്ന പദ്ധതി തിരുവനന്തപുരത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിജിലൻസ് കമാൻഡോയായി നടൻ നിവിൻ പോളി വിജിലൻസ് വിസിൽ മുഴക്കി. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിന് പിന്നാലെ അഴിമതിക്കെതിരെ പുതിയൊരു ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സർക്കാർ. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും അഴിമതിയാണ് എന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ജനം തന്ന ജോലിയാണ് ചെയ്യുന്നത് എന്നും അത് തിരിച്ചെടുക്കാൻ ജനത്തിന് അധികാരവും വകുപ്പുകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് വിസ്മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൈക്കൂലി വാങ്ങിക്കുന്ന മാത്രമല്ല കറപ്ഷൻ, കാര്യം വൈകിപ്പിക്കുന്നത് മുതൽ പല നിലകളിൽ കറപ്ഷനുണ്ട്. എത്രയും വേഗം തീർപ്പാക്കുക എന്നതാണ് നീതി. ചടങ്ങിൽ ചലച്ചിത്രതാരൻ നിവിൻ പോളി ആദ്യ വിജിലൻസ് കമാൻഡോയായി. പുതിയ തലമുറ ചോദ്യം ചെയ്യുന്നവരാണ്. പ്രതികരണശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഭരണ സംവിധാനത്തെ പടുത്തുയർത്താൻ കഴിയൂ എന്നും നിവിൻ പോളി പറഞ്ഞു. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാനെല്ലാം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെന്റിന്റെ തുടക്കമാണ് പ്രൊജക്ട് സീറോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു നാട്, അഴിമതിയില്ലാതെ മുന്നോട്ട് ധൈര്യത്തോടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശവും ഒരു ഉറപ്പും ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അഴിമതികൾ വിജിലൻസിനെ അറിയിക്കാൻ പുതിയ ടോൾ ഫ്രീ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1064 എന്ന നമ്പറിൽ വിളിച്ച് അഴിമതിക്കാരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാം. വ്യക്തിവിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.